السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال له ربه أسلم قال أسلمت لرب العالمين. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. പ്രിയ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് നമ്മളെല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. എൻ്റെ എല്ലാ സഹോദരിമാർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ താളുകളിൽ ഏറെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് പുത്തനുടുപ്പുകളും തക്ബീറിന്റെ തുണികളും സുരക്ഷിതമായ ഭക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നിഅമത്തുകളും ആസ്വദിച്ചുകൊണ്ട് നാം ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രവാചകന്മാർക്കും പല മഹത്വങ്ങളും നൽകി. പല പ്രവാചകന്മാരെയും പല നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് റബ്ബ് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീമിനെ തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചു എന്നുള്ളതാണ്. വിശ്വാസികളെ, ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട്, ഒരു പ്രവാചകനെ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ സ്ഥാനവും മഹത്വവും എത്രയാണ്, ആ പ്രവാചകന്റെ പദവി എത്രയാണ്. വിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചക വര്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വഇബ്രാഹീമല്ലദീ വഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും തനിക്ക് ഇഷ്ടമുള്ളതെടുത്ത് ബാക്കിയുള്ളത് ഒഴിവാക്കിയിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് എന്തൊക്കെ കൽപ്പിച്ചുവോ അതെല്ലാം പരിപൂർണമായി, കൃത്യമായി, പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവന്ന ആ പ്രവാചകവര്യൻ. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന. ചില വിഷയങ്ങളാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ റബ്ബ് പരീക്ഷിച്ചപ്പോൾ അതിലെല്ലാം പൂർണ്ണമായ വിജയം കൈവരിച്ച ആ ഇബ്രാഹിം അലൈഹിസ്സലാം ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു,
ഇബ്രാഹിമേ, നീ നിന്റെ റബ്ബിന് വേണ്ടി നീ കീഴൊതുങ്ങണം. നിന്റെ കണ്ണും നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ ഇടപാടുകളും നിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം ആ റബ്ബിന്റെ മുമ്പിൽ നീ കീഴൊതുക്കണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ മടിയുമില്ലാതെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ റബ്ബിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കീഴൊതുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരു കീഴൊതുങ്ങലാണ് മുസ്ലിമായി കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടത്. പരീക്ഷണത്തിന്റെ ഓരോ മേഖലകൾ കടന്നു വരുമ്പോ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് പോകാൻ പാടില്ല. ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാൻ പാടില്ല. അങ്ങനെ റബ്ബിന് മാത്രം കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് നാളെ പരലോകത്ത് രക്ഷയാണ്. ആ പ്രവാചകനെ എത്രത്തോളമാണ് പ്രിയപ്പെട്ടവരെ റബ്ബ് പരീക്ഷിച്ചത്. തന്റെ കുടുംബത്തിൽ നിന്ന് പരീക്ഷിച്ചു, തന്റെ പിതാവിൽ നിന്ന്, തന്റെ നാട്ടുകാരിൽ നിന്ന്, ആ നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ റബ്ബ് പരീക്ഷിച്ചപ്പോഴെല്ലാം പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൃത്യമായ വിജയം കൈവരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കുട്ടികളെ കൊടുത്തിട്ടില്ല, മക്കളെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 98-99 വയസ്സ് വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുൻഗാമിയോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ല. ഒരു ആരാധക വസ്തുക്കളോട് പോയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ല. മറിച്ച് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, പ്രാർത്ഥിച്ചത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണമേ എന്നാണ് പ്രാർത്ഥന. റബ്ബിനോടാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച് പടച്ച റബ്ബ് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഫഔജസ മിൻഹും ഖീഫ ഖാലൂ ലാ തഖഫ് വബശ്ശറൂഹു ബിഗുലാമിൻ ഹലീം, താങ്കൾ വിഷമിക്കേണ്ടതില്ല, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, വിവേകമുള്ള നല്ല ഒരു കുഞ്ഞിനെ നിങ്ങൾക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷമായി. കാലങ്ങളോളം കാത്തിരുന്ന് ചോദിച്ചു കിട്ടിയ മകനല്ലേ. അങ്ങനെ സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ അതാ റബ്ബിന്റെ അടുത്ത പരീക്ഷണം പ്രിയപ്പെട്ടവരെ. ഫലമ്മാ ബലഗ മഅ സഅയ ഖാല യാ ബുനയ്യ, ആ കുട്ടി ഇങ്ങനെ ഓടിച്ചാടി ഏതൊരു രക്ഷിതാക്കൾക്കും കൺകുളിർമ ലഭിക്കുന്ന ഒരു പ്രായമെത്തിയപ്പോ ആ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്നീ അറാ ഫിൽ മനാമി അന്നീ അദ്ബഹുക, പൊന്നുമോനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്നെ ബലിയറുക്കുവാനുള്ള സ്വപ്നമാണ്. ഫൻദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണ് മോനെ? ആ പൊന്നുമോന്റെ മറുപടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അബത് ഇഫ്അൽ മാ തുമർ സതജ്ദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പൊന്നുപിതാവേ, അല്ലാഹു താങ്കളോട് എന്ത് കൽപ്പിച്ചുവോ, അല്ലാഹു താങ്കളോട് എന്ത് നിർദ്ദേശിച്ചുവോ അത് താങ്കൾ ചെയ്തു കൊള്ളുക. ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ പിതാവേ എന്നെ നിങ്ങൾക്ക് കാണാമെന്നാണ് ആ പൊന്നുമോൻ പറഞ്ഞത്. മാതാപിതാക്കളെ, നമുക്ക് മാതൃകയുണ്ട്, മക്കളെ നമുക്ക് മാതൃകയുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് മാതാപിതാക്കൾ മാതൃകയാക്കേണ്ടത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയാണ് പൊന്നുമക്കളെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെ റബ്ബിന് വേണ്ടി ജീവിതത്തിൽ മുഴുവൻ എല്ലാം സമർപ്പിച്ച ആ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസത്തിൽ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ വീടകങ്ങൾ തൗഹീദിന്റെ കേന്ദ്രങ്ങളാകണം. നമ്മുടെ വീടകങ്ങൾ ആദർശത്തിന്റെ വീടകങ്ങളാകണം. അവിടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായിരിക്കണം. അവിടെ ഈദിന്റെ മജ്ലിസുകൾ കൂടുന്നതായിരിക്കണം. അവിടെ ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായി
മുക്തി നേടുന്ന, പരിപൂർണമായി വിട പറയുന്ന അവസ്ഥകൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകണം. ആദർശത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് തക്ബീറിന്റെ ധ്വനികളിലൂടെ ലോക മുസ്ലിമെമ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീയാണ് വലിയവൻ എന്നല്ല, അല്ലാഹുവേ നീയാണ് വലിയവനെന്നല്ല, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ എന്നുള്ള തക്ബീറിന്റെ ധ്വനി ിലൂടെ കടന്നു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയല്ലാതെ ആരാധനയില്ല റബ്ബേ എന്നുള്ള ആ സുന്ദരമായ കലിമത്ത് തൗഹീദിന്റെ വാചകം മനസ്സിൽ കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുവേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ആ തക്ബീറിന്റെ ധ്വനികൾ ചൊല്ലാൻ, ആ തക്ബീറിന്റെ ധ്വനികളിലൂടെ കടന്നു പോകാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു ദിവസത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർക്കാതെ ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ നമുക്ക് ഓർക്കാതെ ഒരു ആഘോഷമില്ല പ്രിയപ്പെട്ടവരെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ പിൻപറ്റാൻ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശത്തെ പിൻപറ്റാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ഈ ഒരു ദിവസം നമ്മളൊക്കെ ഏറെ സന്തോഷകരമായ ദിവസത്തിലാണ്, നമ്മളൊക്കെ ഏറെ ആനന്ദമായി കൊണ്ടുള്ള ദിവസത്തിലാണ്. ഇനി നമ്മൾ ഈ നമസ്കാരവും കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എത്രയോ പിഞ്ചോമന മക്കൾ പോലും യുദ്ധഭീതിയിലും പ്രയാസത്തിന്റെയും പട്ടിണിയുടെയും മുമ്പിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥന വേണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിനത്തിലെ ഒരുപാട് സുന്നത്തുകളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് കുടുംബ ബന്ധങ്ങളെ ചേർക്കുക എന്നുള്ളതാണ്. കുടുംബം എന്ന് കേൾക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇമ്പമാണ്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് സൗഹൃദമാണ്. ഏതെങ്കിലും ആളുകളുമായി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുമായി ചെന്ന് ആ പിണക്കങ്ങൾ മാറ്റി ഇണക്കത്തോടുകൂടി കഴിയുവാൻ ഈ പെരുന്നാളിന്റെ സുദിനം നമുക്ക് മാതൃകയാണ്. അതുപോലെ തന്നെ എത്രയോ രോഗികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്റെ അടുത്തേക്ക് ഒരാളൊന്ന് വന്നിരുന്നുവെങ്കിൽ, എന്റെ അയൽവാസി ഒന്ന് വന്നിരുന്നുവെങ്കിൽ, എന്റെ കുടുംബത്തിലെ ആളുകൾ ഒന്ന് വന്നിരുന്നുവെങ്കിൽ, എന്റെ അടുത്തിരുന്ന ഒരു അല്പസമയം അവരൊന്ന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ രോഗികളെ പോയി നമുക്ക് സന്ദർശിക്കുവാൻ കഴിയണം. ആ രോഗികളോട് ആത്മാർത്ഥമായി കൊണ്ട് പെരുമാറാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഹദർതുൽ മരീദ ബിൽ മയ്യിത ഫഖൂലൂ ഖൈറാത്ത്. നിങ്ങളൊരു മയ്യത്തിന്റെ അടുത്തോ ഒരു രോഗിയുടെ അടുത്തോ നിങ്ങൾ പോയാൽ നിങ്ങൾ നല്ലത് മാത്രം നിങ്ങൾ സംസാരിക്കണേ, നല്ലത് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഫഇന്നൽ മലായികത യുമിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ മലക്കുകൾ ആമീൻ എടുക്കുന്നുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര രോഗികൾ കഴിയുന്നുണ്ട്. ഈ ദിവസം നമ്മൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അയൽവാസികളുമായി കൊണ്ടുള്ള ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. ഇന്ന് അയൽപക്ക ബന്ധം വലിയ മതിലുകൾ കെട്ടുകളൊക്കെ ഉണ്ടാക്കി പരസ്പരം ഒരു ബന്ധമില്ലാതെ ഞാനും എന്റെ കുടുംബവും അവര് സേഫാണോ അവര് സുരക്ഷിതമാണോ എന്ന് മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസി മനസ്സിലാക്കേണ്ടത്, എനിക്കെന്റെ അയൽവാസിയോട് ബാധ്യതയുണ്ട്, എനിക്കെന്റെ അയൽവാസിയോട് കടമയുണ്ട്. ആ കടമകൾ വ്യത്യസ്തമായ ഹദീസിലൂടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അബാദർ ഇദാ തബഖത മർഖതൻ ഫഅക്സിർ മാഅഹാ. അബൂദറേ, നീ എങ്ങാനും കറിഭാഗം ചെയ്യുകയാണെങ്കിൽ, നീ ചാറുണ്ടാക്കുകയാണെങ്കിൽ ഫഅക്സിർ മാഅഹാ, നീ അതിൽ ധാരാളം വെള്ളം ചേർക്ക്. എന്നിട്ട് നിന്റെ അയൽവാസിയെ നീ പരിഗണിക്ക്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ അയൽവാസിയോടുള്ള ബാധ്യത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്ദരമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്.
അതുപോലെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം, അതുപോലെ തന്നെ ആശംസയുടെ വാക്കുകൾ നമുക്ക് കൈമാറാം. പക്ഷേ അതിന് വിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. യുവാക്കളെ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഈ ഒരു പ്രായം, അള്ളാഹ് ഇഷ്ടമുള്ള പ്രായം, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന ശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി എന്ന് പഠിപ്പിച്ച ആ ഒരു പ്രായം, ആ യുവത്വം അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയണം. ഇന്ന് റോഡുകളിലേക്ക് ഇറങ്ങിയാൽ പെരുന്നാളിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പേക്കൂച്ചുകളിലേക്ക് സഹോദരങ്ങളെ നമ്മൾ പോകാൻ പാടില്ല, നമ്മൾ ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ന് പെരുന്നാളല്ലേ, നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. പുതിയ പുതിയ സിനിമകളൊക്കെ റിലീസാകുന്ന സന്ദർഭമാണ്, അല്ലെങ്കിൽ മറ്റുള്ള അവസ്ഥകളിലേക്ക് നമുക്ക് നീങ്ങാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മില്ലത്തു ഇബ്രാഹിമിനെ പിൻപറ്റി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളില്ലാത്ത ഒരു മേഖലയിലേക്കും എന്റെ ഖുതുബയുടെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ നമ്മൾ അടുത്തു പോകാൻ പാടില്ല. അത് പൈശാചികമാണ്, അത് പൈശാചികമാണ്. പിശാചിന്റെ ഡ്യൂട്ടി അവൻ കൃത്യമായി നിർവഹിക്കും. അല്ലേ? ആ പിശാച് നമ്മളെ നയിക്കുന്ന എവിടേക്കാണ്? അവൻ നമ്മളെ തെറ്റായ തിന്മയിലേക്കായിരിക്കും അവൻ നമ്മളെ നയിക്കുക. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കൈവരിക്കുക, നിലാരം വരെ കണ്ടറിയുക, മാതാപിതാക്കളെ പരിഗണിക്കുക. പുതുവസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു, നമ്മൾ എടുത്തു കൊടുത്തു നമ്മുടെ മാതാപിതാക്കൾക്ക്, അവരെ കൂട്ടിപ്പിടിക്കണം. നമ്മൾ ഇന്ന് ബിസിനസ്മാൻ ആയത്, നമ്മൾ ഇന്ന് വലിയ അറിവുള്ള ആളായത്, നമ്മൾ ഇന്ന് ലോകം അറിയപ്പെടുന്ന വ്യക്തികളായത് നമ്മുടെ മാതാപിതാക്കളുടെ ഉറക്കമില്ലാത്ത രാവുകൾ അവർ നമ്മുടെ പിന്നാലെ ഇറങ്ങിയത് കൊണ്ടാണ്. വിസ്മരിച്ചു പോകരുത്, മറന്നു പോകരുത്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ റബ്ബിതാ വിളിച്ചിരിക്കുന്നു, ആ റബ്ബിനോട് മാത്രം നീ പ്രാർത്ഥിക്കുക, അവനോട് മാത്രം നീ സഹായം ചോദിക്കുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ളതാണ്, മാതാപിതാക്കൾക്ക് നീ സുഹൃതം ചെയ്യണമെന്നുള്ളതാണ്. നീ ഉണ്ടാക്കിയ ആയിരക്കണക്കിന് സമ്പത്തിന്റെ കൂമ്പാരമല്ല നിന്റെ മാതാപിതാക്കൾ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവർക്ക് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. അതിനപ്പുറം അവർ ആഗ്രഹിക്കുന്നത് പരിഗണനയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ പൊന്നുമകൻ എന്നെ പരിഗണിക്കുന്നുണ്ടോ? എന്റെ പൊന്നുമകൾ എന്നെ പരിഗണിക്കുന്നുണ്ടോ? അവന് വലിയ ആളായപ്പോ ഞാൻ അവൻക്കൊരു ഭാരമായോ? ആ ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കേണ്ടത്. കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറകുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ താഴ്ത്തി കൊടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരെ ആനയിച്ച് പിടിക്കണം. ഉമ്മ ഉപ്പ എന്ന് സ്നേഹത്തോടുകൂടി വിളിച്ച് അവരോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതെ, ഇന്ന് നമ്മൾ ഈ നമസ്കാരം കഴിഞ്ഞ് ഈ പള്ളിയിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എങ്കിൽ ഇവിടെ നിന്നതെല്ലാം തീർത്ത്, ഇവിടെ നിന്നെല്ലാം അവസാനിപ്പിച്ച് നല്ല ഒരു സുഹൃതമായ നല്ല ഒരു ബന്ധത്തോടു കൂടിയിട്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. അതെ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഒരുപക്ഷെ വിശിഷ്ടമായ ഭക്ഷണങ്ങളായിരിക്കാം. അതൊരിക്കലും ദൂർത്തടിച്ച് കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അതിങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കുറച്ചാളുകൾ വന്ന് ഒന്ന് കഴിക്കുക, പിന്നെ വന്ന് വേറെ കഴിക്കുക, അങ്ങനെ അതും തട്ടിക്കളിക്കുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല. എന്തിനാതിങ്ങനെ പറഞ്ഞെന്നറിയോ? ലോകത്ത് ഒരുപാട് പിഞ്ചോമന മക്കളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത, ഒരു നേരത്തെ സുരക്ഷിതമായ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു ഉമ്മയും രണ്ട് കുട്ടികളും കടന്നു വരുന്ന രംഗം നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആകെ കിട്ടുന്നത് ഒരു കാരക്കച്ചികളാണ്. ആ കാരക്ക എടുത്ത് രണ്ട് മക്കളുടെ കരങ്ങളിലേക്ക് ഇങ്ങനെ കൊടുത്തു.
ഓരോന്നോരോന്ന് ഇങ്ങനെ കൊടുത്തു. ഉമ്മ ഒന്ന് കൊടുത്തു. കുട്ടികളുടെ ഒക്കെ ഒരു പ്രകൃതി ഉണ്ട്. തിന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മാന്റെ മുഖത്തേക്കൊന്നും ഇങ്ങനെ നോക്കും. എന്തിനാണത്? ഉമ്മാന്റെ കൂടെ കിട്ടാനാണ്. ഈ രണ്ട് മക്കളും അങ്ങനെ ചെയ്തു. ആ ഉമ്മ അവർക്ക് കിട്ടിയ ആ കാരക്കെ 2 ചീളാക്കി കുട്ടികളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ആ ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടുകൂടി കാണുകയാണ്. അത് കാണുകയാണ്. അവർ വീട്ടിൽ നിന്ന് പോയി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സംഭവം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആയിഷ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ നിർബന്ധമാക്കി എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിലുള്ള സ്വഹാബികളും സ്വഹാബ വനിതകളും ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭക്ഷണം കൊണ്ട് ആറാടിയാൽ, നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്താൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ